കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ. എൻ്റെ മകളെ, പ്രെയർ ആണോ ഉടമ്പടിയാണോ? ഇതിനകത്ത് പ്രാർത്ഥനയുണ്ട്, പ്രഖ്യാപനമുണ്ട്, പ്രയോഗമുണ്ട്. ഇതിനകത്തൊക്കെ ഹൈ ടെമ്പർ ലവ് ഓഫ് ഗോഡ് ഉണ്ട്. ദൈവസ്നേഹം ഇല്ലെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ വണക്കമാസം നടക്കുകയാണ്. ഒരു ദിവസം വിജയകുമാർ സാറും വൈഫും കൂടി വന്ന് ഒരു വണക്കമാസം നടത്തിയായിരുന്നു. അപ്പോൾ അവരെ ഞാൻ നോക്കുമ്പോഴേ ലൈവിൽ കാണാം, അവിടെ എല്ലാം കഴുത്ത് കായ്യയിലൊക്കെ കൊന്ത ചുരുട്ടിയിട്ടിരിക്കുകയാണ് കയ്യെ. എന്നിട്ട് ഓരോ നന്മ നിറഞ്ഞ മൃഗം ചെല്ലുമ്പോഴും വിജയകുമാറിൻ്റെ സാറിൻ്റെ വൈഫും സാറും കൂടി വാഴുക 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 മരിയേ ഇത് കേൾക്കുമ്പോൾ തന്നെ കുളിര് കയറിപ്പോവും. അത് കേൾക്കുമ്പോൾ ദൈവത്തിന് തന്നെ മനസ്സ് കുളിരണം. അല്ലാതെ ഒരു നമ്മളിങ്ങനെ വന്ന് ഒരു കടമ അങ്ങനെ നിർവഹിച്ച് റൊട്ടിയും പോലെ എന്തോ ഒക്കെ അവതരിപ്പിച്ച് പോണ പോലെ. പ്രാർത്ഥന ഒരു അവതരണമല്ല, അതൊരു അഭിഷേകത്തിൻ്റെ ഒരു പ്രയോഗമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾക്കെല്ലാം പ്രാർത്ഥനയും അതിനോട് ബന്ധപ്പെട്ട ഉടമ്പടി പ്രയോഗങ്ങളും നിയമാവർത്തനം 6 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോട് കൂടി വിശ്വാസം പ്രഖ്യാപിക്കാൻ പ്രയോഗിക്കാൻ ജീവിക്കാൻ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന. പൂർണ്ണ മനസ്സോടും 15:8 പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാകും, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഈ ശിഷ്യന്മാരായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊരു ഗ്രേഡ് കൂടി വളരുമ്പോഴാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ സ്നേഹിതരാകുന്നത്. 15:8 ആദ്യം വായിച്ച ഒന്നുകൂടി. യോഹന്നാൻ 15:8 നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അപ്പം നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന വഴിയാണ് നമ്മൾ ശിഷ്യന്മാരാകുന്നത്. ഈ ഫലം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ്? ഉടമ്പടി വഴിയാണ്. അതാണ് 15:7 വായിച്ചേ യോഹന്നാന്റെ സുവിശേഷത്തിലെ. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ, അതായത് അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ, ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ, ഉടമ്പടിയായി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളിലെ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്ന്. ധാരാളം ഫലം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പ്രേക്ഷിത പ്രവർത്തനം കണ്ടാൽ അറിയാം ഫലങ്ങൾ എന്തുമാത്രമാണെന്ന്. ഒരു ഫലവുമില്ലാത്ത കരിഞ്ഞതിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഉടമ്പടി എടുത്തിട്ടും കരിഞ്ഞ ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉണങ്ങിയ കമ്പ് പോലെ അത് തീയിലെറിഞ്ഞ് കത്തിച്ച് കളയുമെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയുള്ളതാണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന അങ്ങേക്ക് ആരാധന ലൂക്ക 3:9 വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു, നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ഇത് ഈശോ ഇടക്കിടക്ക് പറയുന്ന സംഭവമാണ്. ഫലം കാഴ്ചയില്ലെങ്കിൽ വെട്ടി മാറ്റപ്പെടും. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലുമുണ്ട്. അതായത് 15:6 വായിച്ചോളൂ. യോഹന്നാൻ 15:6
യോഹന്നാൻ 15:6 എന്നിൽ വസിക്കാത്തവൻ പറഞ്ഞു, എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഫലം പ്രകടിപ്പിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രേക്ഷിത വരെയില്ല, ജീവകാരുണ്യ പ്രവർത്തനമില്ല. അതാ ഉണങ്ങിയ കമ്പെന്ന് പറയണത്. ഉടമ്പടി എടുത്തതിന് ശേഷവും വെറുതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഫലം പ്രകടിപ്പിക്കാത്തതാണ്. അത് പ്രേക്ഷിത വരെയില്ല, രോഗികളെ പോയി കാണത്തില്ല, ഓൾഡേജ് ഹോം സന്ദർശിക്കത്തില്ല, ആർക്കും വേണ്ടി കൈനിറഞ്ഞ് ഒന്നും ചെയ്യത്തില്ല. ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വീട്ടിൽ തിരികെ കത്തിച്ചിരിക്കും. ഇതാണ് ഉണങ്ങിയ കമ്പെന്ന് പറയുന്നത്. ഇത് കത്തിച്ചുകളെന്ന കർത്താവ് ആചരിക്കണം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. അല്ലെങ്കിൽ നമുക്ക് ധാരാളം ഇപ്പം ഞാൻ ആ കോട്ടയത്തെ കുഞ്ഞിനെക്കുറിച്ച് എന്താ പറഞ്ഞത്, അവളെ പടിയടച്ച് പിണ്ടം വെച്ച പോലെ പുറത്താക്കി. പക്ഷേ പുറത്താക്കി അപ്പനോട് വൈരാഗ്യമില്ല, അമ്മയോട് വൈരാഗ്യമില്ല, സഹോദരന് വൈരാഗ്യമില്ല. അവൾ പക്ഷേ ഉടമ്പടിയിൽ നിന്ന് അവൾ മാറുന്നില്ല. അതാണ് വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയണത്. ഉടമ്പടിയിൽ നിന്ന് മാറണില്ല. ഉടമ്പടി മാറാതെ ആ ജീവകാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം എല്ലാം കഴിഞ്ഞപ്പോഴേ ഇവളെന്താ പറ്റി, ഇവളുടെ ജീവിതം തന്നെ ഒരു കരിഞ്ഞ കമ്പായിരുന്നു. കർത്താവ് അതിനെ തളർപ്പിക്കാൻ തുടങ്ങി. ഒരു ലിങ്ക് അവൾക്ക് UK നിന്ന് ലഭിച്ചു. ചിന്തിക്കാത്തൊരു കാര്യം, ചിന്തിക്കാൻ അർഹതയില്ലാത്ത, അവകാശമില്ലാത്ത, സ്വപ്നം കാണാൻ പറ്റാത്തൊരു സാധ്യത. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു ലിങ്ക് കിട്ടി. ആ ലിങ്കിൽ പിടിച്ച് ഇവൾ കയറണമുണ്ട്. അത് അവൾക്ക് ആ ജോലി UK ശരിയായി കഴിയുമ്പോൾ അപ്പം പറയും, നീ പോയി സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. കഥ കടച്ചിട്ട് അപ്പം പുറത്താക്കി. അപ്പം തന്നെ തിരിഞ്ഞ് കർത്താവ് ആ മകളുടെ സാക്ഷ്യം കാരണം ആ അപ്പനെയും അമ്മനെയും അവൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൈയിട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കൊരു ഐഡിയ പോലും ഇല്ല, ആരും നിങ്ങളെ സഹായിക്കാനില്ല. അപ്പോഴാണ് ഉടമ്പടി എടുക്കും മാതാവ് നിങ്ങളെ സഹായിക്കാൻ വരണത്. അതൊരു ഒന്നൊന്നര സഹായമായിരിക്കും. അമ്മയുടെ സഹായം എന്ന് പറഞ്ഞാൽ അത് ഏത് തടസ്സം ഉണ്ടെങ്കിലും, ദൈവത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ, ദൈവം മുന്നേ പോണതിന് പകരം ഇന്ന് വിടുന്ന സഞ്ചാരി മാതാവിനെയാണ്. ദൈവം മുന്നേ പോകുന്ന കാര്യമുണ്ട്. ഞാൻ നിനക്ക് മുമ്പേ പോകും. 45 എടുത്ത് ഐശ്വര്യ 45:2 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 45:2 ഐശ്വര്യ 45:2 ഞാൻ നിനക്ക് മുൻപേ പോയി. കൈയടിച്ചിട്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏറ്റുപറഞ്ഞ് ഞാൻ നിനക്ക് മുമ്പേ പോവുകയും ഞാൻ നിനക്ക് മുൻപേ പോവുകയും മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിച്ചളവാത് തകർത്ത് മലകൾ നിരപ്പാക്കി പിച്ചളവാത് തകർത്ത് ഇരുമ്പ് ഓടാമ്പകൾ ഒടിക്കും. അതെന്താണ്? നിനക്ക് മുമ്പേ പോകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അതാണ് പ്രശ്നം. അതാണ് ഈ ഗ്രീൻ ചാനലിലൂടെ ആൾക്കാർ പോകണം. മലകൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം നമ്മൾ കേട്ട സാക്ഷ്യം എന്ന് പറയണത്, അതായത് അവൾക്ക് വീടില്ല. അവസാനം ലൈഫ് മിഷൻ്റെ ഒരു വീട് കിട്ടി. അതിന് 4 ലക്ഷമോ 6 ലക്ഷമോ കിട്ടുന്നത്. പക്ഷേ അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറമ്പിൻ്റെ മുന്നാധാരം വേണം. ആ മുന്നാധാരത്തിന് വേണ്ടി ചെന്നപ്പോൾ അത് 4 പേരിലാണ്. 3 പേരും മരിച്ച്, 4-ാമത്തെ ആൾ മനോരോഗി. അയാളെ കണ്ടുപിടിക്കാൻ 1.5 കൊല്ലം. അതിനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അയാൾ വേറൊരു നമ്പർ കൊടുക്കും. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞ് മടങ്ങി അവസാനം സ്റ്റാൻഡിലെത്തുമ്പോൾ ആ മലകൾ നിവർത്തി ഇരുമ്പോടാനുമ്പോൾ പിച്ചളവാത് തകർത്ത്
ഇരുമ്പോടാകുമ്പോൾ ഒടിച്ചുകൊണ്ട് ദൈവം ഇന്നും സഞ്ചാരി മാതാവിൻ്റെ വേഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മരകൾ തകർക്കാൻ വേണ്ടി ഉടമ്പടിയിലൂടെ കടന്നു വരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, യേശുവേ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ഈശോയെ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നിങ്ങൾ പലരും പറഞ്ഞ് ഞങ്ങൾക്കാർക്കും പ്രസൻസ് ഫീൽ ചെയ്തില്ല അച്ഛാ. സാക്ഷ്യം കേൾക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് അച്ഛൻ എപ്പോഴും പറയും പ്രസൻസ് ഉണ്ട്, പ്രസൻസ് ഉണ്ടെന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പം ഞങ്ങൾക്കാർക്കും സുഗന്ധലേപനം സുഗന്ധമായ അഭിഷേകമൊന്നും കിട്ടിയില്ല, ഞങ്ങളാരും സ്വപ്നം കണ്ടില്ല, ഞങ്ങളാരും ദർശനം കിട്ടിയില്ല, ഞങ്ങൾക്ക് പ്രസൻസ് ഇല്ല, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചില്ല. അച്ഛൻ എപ്പോഴും പറയുമില്ല ഉടമ്പടി സാന്നിധ്യം കിട്ടുമെന്ന്. എൻ്റെ മക്കളുടെ കാര്യം പറയാം, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മുമ്പേ അതിൻ്റെ തടസ്സങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ട് ഇപ്പോൾ കണ്ടതുപോലെ നിങ്ങളുടെ തടസ്സങ്ങൾ, നിങ്ങൾക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ, നിങ്ങൾക്ക് മുമ്പിലുള്ള നിയമപരമായ തടസ്സങ്ങൾ, നിങ്ങൾക്ക് മുമ്പിലുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങൾ, നിനക്ക് മുമ്പിലുള്ള വിസ നിയമങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 അനില ജെയിംസ് പൂങ്കാവിൻ്റെ സാക്ഷ്യമാണ്. അനില ജെയിംസ് പൂങ്കാവ് അവിടെ സാക്ഷ്യം വെച്ച് അവൾ 2017 ഉടമ്പടി എടുത്ത ആളാണ്. ഇപ്പോൾ എത്രയായി, 5 കൊല്ലം ഉടമ്പടി എടുത്ത ആളാണ്. എത്രയോ ആൾക്കാർ, പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് വന്ന് സാക്ഷ്യം പറയണത്. 2017 ഉടമ്പടി എടുത്തിട്ട് 23 സാക്ഷ്യം പറയും. ഉടമ്പടി എടുക്കുമ്പോൾ അവളുടെ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ അനിലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ്. കാര്യം അന്നിവിടെ മരിയൻ തപസ്സുള്ള കാലമാണ്, മരിയൻ തപസ്. അപ്പോൾ മരിയൻ തപസ് അവൾക്ക് DH എക്സാം ഉണ്ട്, വേറെ എന്തോ BSc നേഴ്സാണ് ആൾ, അതിൻ്റെ എക്സാമാണ്. അപ്പോൾ എക്സാം ആയപ്പോൾ ഇവൾ പറയുന്നത് എന്താ വെച്ചാൽ, വീട്ടുകാർ പറയും നീ എന്ത് മണ്ടത്തരാണ് ഇപ്പോൾ പോയി ധ്യാനം കൂടണത്, എക്സാം കഴിഞ്ഞിട്ട് നീ ധ്യാനം കൂടാൻ പോയിക്കോ, എത്ര ദിവസം വേണമെങ്കിൽ ധ്യാനം കൂടാൻ പോയിക്കോ, ഒരു പ്രശ്നവുമില്ല, ഇതിപ്പോൾ പഠിക്കേണ്ട സമയമല്ലേ. അത് വീട്ടുകാർ ഉപയോഗിക്കുന്ന റീസണാണ് ഉപയോഗിക്കുന്നത്, ഇവൾ ഉപയോഗിക്കുന്ന ഫെയ്ത്താണ് ഉപയോഗിക്കുന്നത്. രണ്ട് ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇവൾ പറയും, അവളോട് പറയണത് നീ പരീക്ഷ കഴിഞ്ഞിട്ട് എക്സാമിന് പോയിക്കൊള്ളാൻ പറയും. അപ്പോൾ അവൾ പറയും ഞാൻ എക്സാമിന് അല്ല, ഇവള് പറയണത് നീ വീട്ടുകാർ പറയണത് പരീക്ഷ കഴിഞ്ഞിട്ട് തപസ് ധ്യാനത്തിന് പോയിക്കൊള്ളാൻ പറയും. അവൾ പറഞ്ഞത് എന്താണ്, ഞാൻ തപസ് ധ്യാനത്തിന് പോയിട്ട് പരീക്ഷ എഴുതിക്കൊള്ളാമെന്ന് പറയും. അല്ല, ഇതാണ് സംഭവം. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചില സമയത്ത് നമ്മുടെ ഈ ബുദ്ധി അങ്ങോട്ട് പ്രയോഗിക്കും. വിശ്വാസം ഇല്ലാത്തവൻ ബുദ്ധി പ്രയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. വിശ്വാസം ഉള്ളവൻ, അതാണ് വിഷയം. അപ്പനാണ് അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. വിശ്വാസം ഇല്ലാത്തവൻ ബുദ്ധിയാണ് ദൈവം അവന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബുദ്ധി വിശ്വാസം പോലെ അധികം വർക്ക് ചെയ്യത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ബുദ്ധി വേണ്ടെന്നല്ല, റീസണബിളായിട്ട് കാര്യങ്ങൾ ചെയ്യരുത്, യുക്തിസഹമായിട്ട് കാര്യങ്ങൾ ചെയ്യരുത്, നിങ്ങൾ അയുക്തികമായിട്ട് ചെയ്തിട്ട് പണി മേടിക്കണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങളുടെ വിശ്വാസ നിലവാരം ശക്തമാണെങ്കിൽ അതാണ്. അല്ലാതെ ഈ വിശ്വാസത്തിൻ്റെ ABCDക്കാരെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് പണി മേടിക്കരുത്. പക്ഷേ നിങ്ങളുടെ വിശ്വാസ നിലവാരം ശക്തമാണെങ്കിൽ, എൻ്റെ കർത്താവ്, ഞാൻ പഠിക്കാനുള്ള പഠിച്ചിട്ടുണ്ട്, ബാക്കി ചെയ്യേണ്ടത് കർത്താവാണ്, അവർക്ക് ബോധ്യമുണ്ടത്. ആ ബോധ്യം പറഞ്ഞ് ഞാൻ തപസ് ധ്യാനം കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതാം. എന്താ കാര്യം, ബാക്കി എൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ പരിഹരിക്കും, എനിക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾ തപസ് കൂടിയിട്ട് പോയി പരീക്ഷ എഴുതി. ആ പരീക്ഷ ജയിക്കുകയും ചെയ്ത് അവൾ അബുദാബി DH എക്സാം, ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം DH എക്സാം എഴുതി. DH എക്സാമിൽ അവൾ ജയിച്ചു അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം വെച്ചാൽ, അവൾ 4 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ ഭയങ്കര ഛർദിയും ഭയങ്കര പ്രഗ്നൻസിയുടെ കുറേ പ്രോബ്ലംസ് വന്നപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു നിങ്ങളിവിടെ നിർത്താൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അവളെ ഡിസ്മിസ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് ഉണ്ടായ ജോലി പോയി, ഒരു ഗർഭിണിയെ ഡിസ്മിസ് ചെയ്തിട്ട് അവൾക്ക് നാട്ടിലോട്ട് പോരണം.
അപ്പോൾ എല്ലാം തകർന്ന് നാട്ടിലോട്ട് പോരുകയാണ്. അത് ബൈ ചാൻസ്, ചിലപ്പോൾ ബൈ ചാൻസായിട്ട് ഇങ്ങനെ പ്രഗ്നൻ്റ് ആകത്തില്ലേ. അപ്പം അങ്ങനെ വന്നൊരു ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണത്. നമ്മൾ ആരെയും ഒന്നും പറഞ്ഞിട്ട് ഒരു കഥയില്ല. ജീവിതത്തിൻ്റെ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് വിശ്വാസപൂർവ്വം. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ കാശുരൂപ ഇവള് ഇപ്പോൾ ആശുപത്രിയുടെ പുറകെ ഇരുന്നുണ്ട് നാട്ടിലൊക്കെ തിരിച്ചു പോരാൻ നേരത്ത് ഈ ഉടമ്പടി കാശുപത്രിയെ പിടിച്ച് വിശ്വാസപ്രമാണം ചെയ്തിട്ട് കണ്ണീരോടെ മാതാവിനോട് ചോദിക്കും, കുഞ്ഞിനെ തന്നത് നീയാണ്, ജോലി തന്നത് നീയാണ്, ഞാനിപ്പോൾ ആശുപത്രിക്ക് പുറത്തായി, നീയല്ലേ ഇതിന് സമാധാനം പറയേണ്ടത്. അതാണ് വിശ്വാസം. അവളങ്ങനെ പോകുമ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു സംഭവം ആ സമയത്ത് നടക്കും. അവിടുത്തെ MD അയാൾ എപ്പോഴും കാറെടുക്കാൻ വേണ്ടി ഫ്രണ്ടിലൂടെയാണ് കയറിപ്പോണത്. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മനുഷ്യൻ ആശുപത്രിയുടെ പുറകെ കൂടി വരും. പുറകെ വരുമ്പോൾ നിന്നോട് ചോദിക്കും എന്ത് പറ്റി എന്ന് പറയുമ്പോൾ അവൾ കാര്യം പറയും, HR മറ്റു സൂപ്രണ്ട് എന്നെ പുറത്താക്കിയെന്ന് പറയും. അപ്പോൾ ഉടനെ MD HR വിളിക്കും, സൂപ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണോ ഒരു ഗർഭിണിയോട് പെരുമാറേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. ഇതല്ലേ വചനം എന്ന് പറയണത്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും മലകൾ തകർക്കുകയും പിച്ചളവാത് തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യാം. ഇരുമ്പോടാമ്പൽ ഒടിച്ചുകൊണ്ടാണ് അമ്മ സഞ്ചാരി മാതാവ് നിനക്ക് മുമ്പേ പോണത്. ദിസ് ഈസ് പ്രസൻസ്. നിങ്ങൾ ദർശനം കണ്ടില്ല, സ്വപ്നം കണ്ടില്ല, സുഗന്ധാഭിഷേകം അനുഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചില്ല എന്ന്. എൻ്റെ ദൈവവേദന എപ്പോഴും നിൻ്റെ ജീവിത തടസ്സം മാറി അപ്പോൾ നിന്റെ ദൈവം നിന്നോട് കൂടെ അടിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഇൻബിൽട്ടായിട്ടുള്ള ഒരു പ്രോമിസാണ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇൻബിൽട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് തന്നെ ഘടനയുടെ ഭാഗമാണ്. ഉടമ്പടിയുടെ ഘടനയുടെ ഭാഗമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്സഫാക്തോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമായോ വ്യത്യസ്തമായ രീതിയിലാണെന്ന് മാത്രമേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ എന്താ പറഞ്ഞത്? 18:28-20 വായിച്ചേ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി ശ്ലീഹ 28:20. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 28:20 മത്തായി ശ്ലീഹ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞ യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് പ്രസൻസ്. അത് പ്രസൻസ് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ് ഉടമ്പടി? എന്താണ് അതിനകത്തുള്ള ഉടമ്പടി കണ്ടന്റ്? എന്താണ്? വായിച്ചോളൂ. അതിനകത്തുള്ള ഉടമ്പടി കണ്ടന്റ് എന്താ? വായിച്ചോളൂ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും. ഞങ്ങളതല്ല ചെയ്യണത്. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചൊക്കെ അനുസരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളതനുസരിച്ച് പഠിച്ചിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടമ്പടിയിലാണ്. ഉടമ്പടിയിലാകുന്ന വ്യക്തിക്ക് എന്താണ് ഈശോ നൽകിയ ലാസ്റ്റ് പ്രോമിസ്? എന്താണ്? യുഗാന്ത്യം വരെ എന്ന് വെച്ചാൽ നീ മരിക്കണത് വരെ കർത്താവ് നിന്നോട് കൂടെ. കൈയടിച്ചട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. അവൻ വല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത്
നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇറച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇറച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിൽ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്നേഹമാണ് ഇതിനെ ചൂടാക്കി, ഉടമ്പടിയെ ചൂടാക്കി, ആ സ്നേഹത്തിൽ നിറഞ്ഞ പ്രഖ്യാപനവും പ്രയോഗവുമാണ് ഉടമ്പടിയെ ചൂടാക്കി നിർത്തുന്നത്. ആ സ്നേഹത്തിൻ്റെ ചൂടിലാണ് ദൈവം നമ്മുടെ കൂടെ പ്രസൻസ് തരണത്. ഈ പ്രസൻസ് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം പ്രസൻസ് പോകാൻ സാധ്യത എപ്പോഴാണെന്ന് അറിയാമോ? ഈ പ്രസൻസ് കളയാതിരിക്കാൻ നോക്കണം. പ്രസൻസ് കളയുന്ന അരുവിയൊക്കെ വന്നാൽ പ്രസൻസ് വിട്ടുപോകും. അങ്ങനെ കുഴപ്പമുണ്ട് പ്രസൻസിനെ. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകും. ഇപ്പം സാംസൺ കണ്ട പെണ്ണുങ്ങളെയൊക്കെ പ്രേമിച്ച് നടന്ന പാർട്ടിയാണല്ലേ സാംസൺ ദലീല അതിൽ അല്ലേ. അപ്പം അവൻ്റെ നസീർ വ്രതം അവർ ദൈവമായിട്ടൊരു ഉടമ്പടിയായിരുന്നു. നസീർ വ്രതം മുടിയൊക്കെ വെട്ടി എടുത്ത് നിഷിദ്ധമായ ആഹാരങ്ങളൊന്നും ഉപയോഗിക്കാതെ അവൻ ചെയ്തൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. ഈ സെൽഫ് ഡിസിപ്ലിൻ മാറ്റിയിട്ടാണ് ഇവൻ ലൈനടിക്കാൻ പോയത്. അതോടുകൂടി എന്താ പറയണത്? കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയി, പ്രസൻസ് പോയി. അധർമ്മം വർദ്ധിച്ചാൽ പ്രസൻസ് പോകും. Take the word of God, Samson. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ന്യായാധിപന്മാർ 16:20. എത്രേ പറഞ്ഞോളൂ? ന്യായാധിപന്മാർ 16:20. ജഡ്ജസിന്റെ 14:20. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. പറഞ്ഞ കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഈ ഉടമ്പടി എടുത്ത പല ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു നിശബ്ദ ദുരന്തമാണ്. കർത്താവ് അവരെ വിട്ടുപോയത് അവരറിഞ്ഞിട്ടില്ല. കർത്താവ് അവരെ വിട്ടുപോയത് എന്തുകൊണ്ടാണ് അറിയാത്തത്? അധർമ്മം വർദ്ധിച്ചാൽ സ്നേഹം തണുത്തു പോകും. അപ്പോൾ കർത്താവ് അവരെ വിട്ടുപോകും. അധർമ്മം വർദ്ധിച്ചാൽ എപ്പോഴും നമ്മൾ ഉടമ്പടി എടുത്ത് ശ്രദ്ധിക്കണം. ധർമ്മമല്ലാതെ. അപ്പോൾ ധർമ്മമാണ് ഉടമ്പടിയിലെ ധർമ്മം. എന്താ? നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, രോഗികളെ കാണുന്നതും വസ്ത്രം കൊടുക്കുന്നതും നില ഉടുപ്പിക്കുന്നതും അതെല്ലാം ധർമ്മമാണ്. അത് ചെയ്യാതിരിക്കുമ്പോൾ അധർമ്മമായിട്ട് വരും. അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യാൻ നമ്മൾ കർത്താവ് പറഞ്ഞ വചനം നമ്മൾ ചെയ്യുകയാണ്. കാരണം ലോകം മുഴുവനും പോകുന്നു, എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കാൻ അവൻ പറഞ്ഞതാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അത് അധർമ്മമാവും. ധർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അധർമ്മമാവും. അധർമ്മം വർദ്ധിച്ചാൽ എന്നാ പറ്റണത്? അധർമ്മം വർദ്ധിച്ചാൽ മർക്കോസിൻ്റെ മത്തായി 14:24-12 എടുത്തേ. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. ഈ ദൈവസ്നേഹത്തിന് ഒരു കുഴപ്പമുണ്ട്. എന്ത് കോപ്പറേറ്റ് തരം കാണിച്ച് നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അതാ വിഷയം. അതുകൊണ്ട് ധർമ്മത്തിനെതിരെ, വിശുദ്ധിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രസൻസ് ലോസ് ചെയ്യും. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ. എന്താണ്? നിത്യത നഷ്ടപ്പെട്ട മനുഷ്യനെ നിത്യതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു പാപത്തിന് പരിഹാരം ചെയ്തത്. അതിൻ്റെ മുദ്രവെപ്പായിട്ടാണ് നിനക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത്. വിശ്വാസം മാത്രം സ്വീകരിച്ചത് കൊണ്ട് സഭയിൽ പൂർണ്ണത കിട്ടാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. എഫേസ്യസ് 4:30 എടുത്തേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. എഫേസ്യസ് 4:30. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അതായത് ഈ പരിശുദ്ധാത്മാവിനാണ് ദൈവത്തെ ജീവൻ പ്രസൻസ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ സഹായിക്കുന്നത്. ഇത് വേദനിച്ചു കഴിഞ്ഞാൽ, കാര്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ട് വേദനിച്ചു കഴിഞ്ഞാൽ ഇത് വിട്ടുപോകും. പ്രസൻസ് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് അതാണ്.
ഉടമ്പടി എടുത്തിരിക്കുന്ന ആളുടെ ഈ പ്രസൻസിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. പരിശുദ്ധാത്മ വിട്ടുപോകുന്ന തരത്തിലുള്ള കലാപരിപാടികളൊന്നിലേക്കും പോകരുത്. പ്രത്യേകിച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ചില സങ്കര വിവാഹങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇപ്പോൾ കത്തോലിക്ക പെണ്ണോട് ചോദിക്കും, നിനക്ക് നിത്യജീവിതം വേണം അതോ അവനെ വേണമെന്ന് ചോദിക്കും. എനിക്ക് നിത്യജീവിതം മതിയെന്ന് ചില പെണ്ണുങ്ങൾ പറയും. ചില പെണ്ണുങ്ങൾ ഓടിക്കളയും. എന്താ കാര്യം? അവളൊക്കെ അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ശാരീരികമായിട്ട്. കണ്ട് സംസാരിച്ച് മൂന്നാം പക്കം ബന്ധപ്പെട്ടാണ്. ഇവന് വേണ്ടി മാത്രം ഇങ്ങനെ ഇറങ്ങിക്കെത്തിക്കുന്ന പെണ്ണുങ്ങളാണ് ഇതുപോലെ വീണ് പോണത്. എപ്പോഴും നിങ്ങളെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ വരപ്രസാദം നഷ്ടപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉപ്രീഷമെന്ന കൂദാശ സ്വീകരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പെന്തക്കോസ്താ ദിവസം അടുത്ത് വരുമ്പോൾ എൻ്റെ വിശുദ്ധിയുടെയും എൻ്റെ നിത്യതയുടെയും ആചാരമായി എനിക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് എൻ്റെ ബന്ധങ്ങളിലുണ്ടെങ്കിൽ മനുഷ്യനേക്കാളുപരി ദൈവത്തിന്റെ പീഡാനുഭവങ്ങളുടെ ഫലമായ നിത്യജീവനെ കരഗതമാക്കാൻ ദൈവത്തിന്റെ പക്ഷം ചേരാൻ എന്നെ ആത്മാവിൽ വീണ്ടും അഭിഷേകം ചെയ്യണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെന്ത് ശാരീരികമായി ബന്ധപ്പെട്ട് പാപം ചെയ്താലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെയും അവൻ്റെ തിരുമണത്തെയും വിശുദ്ധ രക്തത്തെയും നീ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിത്യജീവന് നീ വില കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് നീ ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവവേദലെ ആന്ത തേൻകട്ടയാലും പൊൻകട്ടയാലും നീ കർത്താവിലേക്ക് തിരിച്ചു വിടണം എന്നാണ് കർത്താവിൻ്റെ വചനം കൊള്ളത്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആത്മാവിന് വിരുദ്ധമായ ജഡിക പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ ഈ ആരാധനയിലൂടെ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ. രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തളർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് നിനക്കറിയാവോ? നമ്മളൊരു വചനം കണ്ടില്ലായിരുന്നോ? എന്താ കണ്ടത്? മത്തായി 24:12. എന്താണ്? അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. അത് ഖരപദാർത്ഥം പോലെയാവും. മെൽട്ടായിട്ടിരുന്ന സംഭവം ദ്രവമായിരുന്നത് ഖരമായി കല്ല് പോലെയാവും. അധർമ്മം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയം കല്ല് പോലെയാകും. ഈ ഹൃദയത്തെ മെൽറ്റ് ചെയ്യാൻ എന്താണ്? ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കല്ല് പോലത്തെ ഹൃദയം മാന്തിക്കളയും, പകരം മാംസളമായ ഹൃദയം നൽകുമെന്ന് ജെറമിയ പറയണില്ലേ? പരിശുദ്ധാത്മ നൽകുമെന്ന് എൻ്റെ അർത്ഥം. അല്ല, ഹൃദയം കല്ല് പോലെ ഇരുന്നിട്ട് മാത്രമേ പറയാം മാംസമുള്ള ഹൃദയം വെക്കുന്നല്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. എസെക്കിയേൽ 37. എസെക്കിയേൽ 36:26.
എസെക്കിയേൽ 36:26. ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അപ്പൊ എന്താ ആദ്യത്തെ വചനം വായിച്ചേ? 36 ആദ്യത്തെ വചനം വായിച്ചത് ഒരു പുതിയ ഹൃദയം. അതുമ്പോൾ വായിച്ചേ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. അടുത്ത സ്റ്റെപ്പ് വായിക്കൂ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അപ്പൊ 36:26 ഈ വചനം കണക്ട് ചെയ്യേണ്ടത്. ഏത് വചനമാണ്? അധർമ്മം പെരുകുമ്പോഴേ ഹൃദയം സ്നേഹം തണുത്തു പോകും, തണുത്ത് ശിലാതുല്യമാകും. അപ്പം അധർമ്മം പെരുകുന്നതനുസരിച്ച് ഹൃദയം കഠിനമാകും. എസെക്കിയേൽ പറയണത് അധർമ്മം കൊണ്ട് കഠിനമായ കല്ല് പോലത്തെ ഹൃദയം ഞാൻ എടുത്തു മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ മേലൊരു നവചൈതന്യം നിക്ഷേപിക്കും. ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. മാംസളമായ ഹൃദയം നിങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറയണത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതിൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള വാഗ്ദാനത്തിൻ്റെ ഒരു സഫലീകരണമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ. എസെക്കിയേൽ 36:26 അങ്ങ് വാഗ്ദാനം ചെയ്ത നവചൈതന്യം നിറയുന്ന മാംസളമായ ഹൃദയം ഉൽപ്പാദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ ദൈവവേദന ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു ഹൃദയത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ മാംസളമായ ഹൃദയം എന്ന് പറയണത്. ദൈവസ്നേഹം അനുഭവിക്കുന്നു. ഇപ്പം നമ്മൾ പെന്തക്കോസ്തിലേക്ക് പോവുകയാണ്. അപ്പം പെന്തക്കോസ്താ ദിനത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് കിട്ടുകയും സഭ ജനിച്ച കാലമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥകളെ ഇപ്പോഴേ ഞാൻ പോലും അറിയാതെ എന്നിലൂടെ കർത്താവ് വചനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പഠിച്ച കാര്യങ്ങളല്ല, ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആത്മാവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വഴി നടത്തുന്നതിന് നന്ദി പറയുന്നു. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അധർമ്മം വർദ്ധിക്കുമ്പോൾ വിശുദ്ധിക്കെതിരെയും കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രായോഗിക ക്ഷമത ഇല്ലാതെ ഒരു പ്രാർത്ഥനയെ മാത്രമായിട്ട് ജീവിതം അവസാനിക്കുമ്പോൾ അധർമ്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അധർമ്മം വർദ്ധിക്കുമ്പോൾ മത്തായിയുടെ 24:12 സ്നേഹം തണുത്തു പോകും, ദൈവസ്നേഹവും തണുത്തു പോകും. അത് ശിലാതുല്യമായി നമ്മുടെ ഹൃദയം മാറും, കഠിന ഹൃദയമായി മാറും. മനസ്സിലായില്ലേ? അങ്ങനെ കഠിന ഹൃദയമായി മാറുന്നവർക്കാണ് എസെക്കിയേൽ 36:26 അവിടുന്ന് നവചൈതന്യം കൊടുത്തിട്ട് മാംസളമായ ഹൃദയം നൽകുമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ്. ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റോമ 5:5 വർക്കൗട്ട് ചെയ്യും. റോമ 5:5 എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പറഞ്ഞ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയണത് നമുക്ക് നൽകപ്പെടേണ്ട പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് വിട്ടും വെച്ചും പോയാൽ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഹൃദയം സ്വാഭാവികമായിട്ടും തണുത്തു പോവുകയും ചെയ്യും, കഠിനമാവുകയും ചെയ്യും.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയം, ഒരു ആധ്യാത്മികമായ ഒരു ഭയങ്കര തകർച്ചയാണ്. ഇതിനാണ് ഉടമ്പടി ഔഷധമാകുന്നത്. ഇൻ കേസ് നിങ്ങളുടെ പരിശുദ്ധാത്മാ വിട്ടുപോയി, നിങ്ങൾക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് വന്നാൽ, നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മാംസലമായ ഹൃദയമാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ നടപടിക്രമം ഉടമ്പടിയാണ്. അത് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് മർക്കോസിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 15:14 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യോഹന്നാൻ 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ. ഉടമ്പടി പോലാണ് അവൻ പറയണ പോലെ ചെയ്യുക. കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. നേരത്തെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു ഈശോ. ഇപ്പം എന്താ പറയണത്? ഉടമ്പടി എടുത്താൽ ശിഷ്യന്മാരായി കഴിഞ്ഞ് മാത്രമല്ല പിന്നെന്താണ്? ദൈവത്തിൻ്റെ സ്നേഹിതരാണ്. ഇൻ കേസ് ദൈവസ്നേഹം കുറഞ്ഞ് പരിശുദ്ധാത്മാവ് വിട്ടുപോയാൽ പിന്നെ ഉടമ്പടി മാത്രമേ നമുക്ക് മാർഗ്ഗമുള്ളൂ. അതാണ് ഞാൻ നിങ്ങൾ, അത് 15:14 എന്താ പറഞ്ഞു? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുന്ന പക്ഷം നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ വരികയാണ് ഉടമ്പടി എടുക്കുമ്പോൾ. ഉടമ്പടി എടുത്ത പ്രയോഗത്തിലാക്കുമ്പോൾ തന്നെ നമ്മൾ നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു വരുന്നു, പരിശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു. 15:10 വായിച്ച യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ 15:7 എന്താ പറയണത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. ഇതുവഴി ഉടമ്പടി എടുക്കുന്ന വഴി എന്ത് പറ്റുമെന്നാണ് പറഞ്ഞത്? 15:14 വായിച്ച എന്താണ്? പിതാവ് മഹത്വപ്പെടുന്നു. പിതാവിൻ്റെ മഹത്വമാണ് ഉടമ്പടി നിന്ന് ഇതുപോലെ ജ്വലിച്ച് കത്താൻ കാര്യം. ഓരോ ഉടമ്പടിക്കാരും ഉടമ്പടി അനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിച്ച് കഴിയുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പം പിതാവിനെ മഹത്വപ്പെടുത്തുന്ന വലിയൊരു സുവിശേഷ നടപടിക്രമവും പ്രയോഗരീതിയുമാണ് ഉടമ്പടി. അത് നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരു അവസരമാണ്. നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ അത് പുതുക്കുക. ഉടമ്പടിയിലെ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ എത്രയും വേഗം അത് ഉടമ്പടിയിലായി ദൈവത്തിലായി സുവിശേഷത്തിൻ്റെ സാക്ഷിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താവും വിശ്വാസത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയുടെ ജീവിത രീതി സ്വീകരിച്ചുകൊണ്ട് സമ്പൂർണ്ണമായ ഒരു സാക്ഷിയായി മാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ്റെ മക്കളെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈശോ നിങ്ങളുടെ രോഗങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. എന്താ ഇങ്ങനെ ഉറപ്പായിട്ടൊക്കെ പറയാൻ കാര്യം? നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി. ഉടമ്പടിയുടെ ആരാധന അവസാനം വരുന്ന 10 മിനിറ്റ് ആരാധനയിൽ എത്രയോ പേരാണ് എല്ലാ ദിവസവും ഇവിടെ വന്ന് സാക്ഷ്യം പറയണത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കൈകൾ മാറ്റിക്കൊണ്ടിരിക്കണം. ശരീരത്തിൻ്റെ വ്യത്യസ്തമായ രോഗങ്ങളുണ്ടാകും. അവിടെയെല്ലാം നിങ്ങൾ കൈകൾ മാറ്റിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഓൺലൈനിലുള്ളവർ ഏതെല്ലാം സമയത്ത് ധ്യാനം കൊടുക്കുന്നു അപ്പോഴെല്ലാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. യേശു കർത്താവാണ്. വിശ്വാസപ്രമാണം അറിയാൻ പാടാത്ത ഇത്രയും പറഞ്ഞാൽ മതി. യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചോ നേർപ്പിച്ചോന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ ആദരം കൊണ്ട് ഏറ്റു പറയുന്നു. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. ആദരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചോ നേർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. യേശു കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ദൈവനെ മരിച്ചോ ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. അത് ആവർത്തിച്ചൊരു 1000 പ്രാവശ്യം പറഞ്ഞ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിപ്പിണർ പോലെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്നത് കാണാൻ. ശ്രദ്ധിക്കട്ടെ. നല്ലവനായ ഈശോ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ദൈവനെ മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ നിന്റെ തിരുമുറിവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന സിസ്ത് രോഗങ്ങളെ
അങ്ങനെ തിരുസേനയിൽ സമർപ്പിക്കുന്ന കർത്താവെ, മാംസപേശി വളരുന്നവ, ആന്തരികമായ കോശങ്ങൾ ദ്രവിക്കുകയും ക്യാൻസർ രോഗത്തിന് അടിപ്പെട്ടവരെ, കിഡ്നി രോഗത്തിന് അടിപ്പെട്ടവരെ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്ന, ഇതയോ അവന് മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്ന അസ്ഥി രോഗികൾ, പേശി രോഗികൾ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, യേശുവെ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ടെ. കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, മൂക്കിന് അടഞ്ഞു പോയവർ, അടിനോടിന് രോഗമുള്ളവർ, മുടി കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം ചൂടായവർ, വൃക്ക രോഗികൾ, അത് മലമൂത്രം കർത്താവെ പോകാത്തവർ, അടഞ്ഞു പോയവർ, കോൺസ്റ്റിപ്പേഷൻ്റെ അസുഖമുള്ളവർ, മൂത്രത്തിന് വേദന ഉള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ ചൊറിച്ചിലുള്ളവർ കർത്താവെ സ്പർശിക്കണമേ. യേശു കർത്താവാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, അസ്ഥി രോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥി കുഴകൾ ദ്രവിക്കുന്ന അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വാതരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, മുടി കൊഴിയുന്ന അസുഖങ്ങൾ, ചെവി കേൾക്കാത്ത അസുഖങ്ങൾ, ഉള്ളംകാൽ ഉച്ചുവരെ മാരക രോഗങ്ങൾ, സർവ്വവിധ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ആമാശയ രോഗങ്ങൾ, കുടലിലെ കുരുക്കൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഗർഭാശയ രോഗങ്ങൾ, കിഡ്നി കർത്താവെ, ഷുഗറിൻ്റെ രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഉള്ളംകാൽ മുതൽ ഉച്ചുവരെ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, എയ്ഡ്സ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ എന്റെ ഉള്ളംകാലം മുതലേ ഉച്ചവരെ അങ്ങ് കഴുകണമേ. അസ്ഥി രോഗങ്ങള്, പേശി രോഗങ്ങള്, സർപ്പരോഗങ്ങള്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്, ഓട്ടിസം രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, നടുവേദനകള്, ഇടുപ്പലിന്റെ അസുഖങ്ങള്, കഴുത്തിന്റെ വേദന, തൈറോയ്ഡ് രോഗങ്ങള്, പല്ലിന്റെ വേദന, ക്യാൻസർ രോഗങ്ങള് യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോലി ഇല്ലാത്തവരെ, ജോലി അന്വേഷിക്കുന്നവർ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പം നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ പ്രോസസ്സിങ് ഇരിക്കുന്നവർ, വിസ ഇതുവരെ കിട്ടാത്തവർ, വിസ തീരാൻ പോകുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വേദന അനുഭവിക്കുന്നവർ, ഇങ്ങനെ എല്ലാവർക്കും പഠിക്കാൻ പോകുന്നവർ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് കിട്ടിയതിൻ്റെ തോറ്റതിൻ്റെ പേരിൽ മനസ്സിടിഞ്ഞിരിക്കുന്നവർ, അവരെല്ലാം ഇപ്പോൾ ഈശോ സ്പർശിക്കുകയും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. കർത്താവ് നിന്നെ വീണ്ടെടുക്കുമെന്നുള്ള വലിയ, നിനക്ക് വേണ്ടി വില കൊടുത്തവൻ നിന്നെ എല്ലാ സാഹചര്യങ്ങളും നാം വീണ്ടെടുക്കുമെന്ന് ഓർക്കുക. മദ്യപാന ആസക്തിയുള്ളവരെ, ലഹരി പദാർത്ഥത്തിന് ആസക്തിയുള്ള മക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ, കുടുംബ തകർച്ച വന്നവരെ, കുടുംബ കലഹങ്ങൾ വന്നവരെ, എപ്പോഴും കുടുംബത്തിൽ വഴക്ക് മാറാതെ വേദന ജീവിക്കുന്ന മാതാപിതാക്കന്മാർ, വഴക്ക് കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പാകം ചെയ്യാത്ത വീടുകൾ, വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയവർ, അതിന് കേസ് പറയുന്നവർ, പ്രണയബന്ധങ്ങൾ അകപ്പെട്ടതിൻ്റെ പേരിൽ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് പ്രാർത്ഥനാ ജീവിതം ദൈവത്തെ നഷ്ടപ്പെട്ടു പോയവരെ, അങ്ങനെ എല്ലാവിധത്തിലുള്ള മോഹവലയങ്ങളിലെ അകപ്പെട്ടു പോയവർ, അങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വസ്തു തടസ്സങ്ങൾ, വസ്തു വിൽക്കാനും വാങ്ങാനും വഴിയില്ലാത്തവരെ,
വഴിക്ക് വേണ്ടി കേസ് പറയുന്നവർ, വസ്തു വാങ്ങാനുള്ളവർ, വാടക കയറിയിട്ട് പോകാതിരിക്കുന്നവർ, വാടക കിട്ടാതിരിക്കുന്നവർ, വാടക ഇറങ്ങി വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത മക്കൾ, ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ സർവ്വശക്തി മക്കളെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വസ്തു വിൽക്കാൻ പറ്റാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വെളിച്ചം കിട്ടാത്തവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബകലഹമുള്ളവർ, തകർന്നു പോകുന്ന കുടുംബങ്ങൾ, അഴിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ, മക്കളില്ലാത്തവർ, കർത്താവെ ഗർഭാശയത്തിൽ കുഴപ്പങ്ങളുള്ളവർ, ഗർഭിണികളായിട്ടും മറ്റു തരത്തിലുള്ള തകരാറുള്ളവർ എല്ലാവരും സ്വച്ഛ പ്രാർത്ഥിക്കുന്ന തൈറോയ്ഡ് രോഗികൾ, സ്വച്ഛ നടുവേദനക്കാർ, സ്വച്ഛ പ്രാർത്ഥിക്കുന്ന കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി മക്കളെ കൊണ്ടു മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, കർത്താവ് പാസ്പോർട്ട് കിട്ടാത്തവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരെ, പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ അനുവദിക്കാത്തവരെ, പുതിയ പാസ്പോർട്ട് കിട്ടാത്തവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. മുട്ട നിൽക്കുക. ഉടമ്പടി എടുത്ത വിഷയങ്ങളെക്കുറിച്ച്